Hi students. Next session is logical design of IoT. Physical last session we have discussed about physical design of IoT. In this session we will discuss or we will study logical design of IoT. What is a logical design? Logical design of IoT means an abstract representation of the entities and processes without going into deep level implementation or without going into low level specifies of the implementations. നമ്മൾ IoTയുടെ അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് ലോജിക്കൽ ഡിസൈൻ ഓഫ് IoT എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എൻറ്റിറ്റീസ് ആൻഡ് പ്രോസസ്സിൻ്റെയും എൻറ്റിറ്റിയുടെയും അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് ലോജിക്കൽ ഡിസൈൻ ഓഫ് IoT എന്നാണ്. അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ഫൈനൈറ്റ് ഡെഫിനേഷൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഏറ്റവും ഫൈനൈറ്റ് ഡീറ്റെയിൽസ് തരാതെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിക്കുന്ന ഒരു അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോജിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ആക്ച്വലി വാട്ട് ഈസ് എ ലോജിക്കൽ ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഡിസൈൻ. നമുക്ക് പെട്ടെന്ന് ലോജിക്കൽ ഡിസൈനും ഫിസിക്കൽ ഡിസൈനും ഒരു കമ്പാരിസൺ ഒന്ന് നോക്കിയിട്ട് വരാം. This is logical design and comparison of logical design and physical design. This is logical design and this one is physical design. First comparison, a high level design without great level of detail. That means logical design is a high level design without specifying minute details. Minute details എന്ത് പറയില്ല, സ്പെസിഫൈ ചെയ്യാതെ നമ്മളൊരു സിസ്റ്റം സ്പെസിഫൈ ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ലോജിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫിസിക്കൽ ഡിസൈൻ വി ആർ സ്പെസിഫൈങ് ദി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. വെരി ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഇസ് available in the physical design. That means after physical design we can directly implement the system. But in the case of logical design we cannot directly implement from the logical design work. Logical design വർക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ എക്സാമ്പിളിലൂടെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിങ്ക്രണസ് കൗണ്ടർ നിങ്ങൾ അല്ലെങ്കിൽ അസിങ്ക്രണസ് കൗണ്ടർ നിങ്ങൾ ഡിസൈൻ ചെയ്യാനായിരിക്കും. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രമായിട്ടാണ് അതിനകത്ത് വരയ്ക്കുന്നത് അല്ലേ. ഓരോ ബ്ലോക്കിനകത്ത് ക്ലോക്ക് എങ്ങനെ എവിടെ കണക്ട് ചെയ്യണം, ക്യൂവിലാണോ ക്ലോക്കിലാണോ, നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ അവിടെ എന്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല, ഏത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പലതും അവൈലബിൾ ആണ്. എഡ്ജ് ട്രിഗേർഡ് ആണോ യൂസ് ചെയ്യുന്നത്, ലെവൽ ട്രിഗേർഡ് ആണോ, എഡ്ജ് ട്രിഗേർഡ് ആണോ ലെവൽ ട്രിഗേർഡ് ആണോ നമ്മൾ സ്പെസിഫൈ ചെയ്യും. പക്ഷേ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നോർമലി ഇപ്പോൾ 7472 ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 12 JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, 7476 ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 12 ആണ് ശരിക്കും, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇവിടെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് അതൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മൾ ഏത് IC ആണ് യൂസ് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലായി. നമ്മൾ അതിൻ്റെ ഫങ്ഷണൽ ഡയഗ്രാം മാത്രമേ നമ്മൾ ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലോജിക്കൽ ഡിസൈനകത്ത് മനസ്സിലാവും. ബട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, ഫിസിക്കൽ ഡിസൈനകത്ത് അവൈലബിൾ ആണ്. സെക്കൻഡ് ഇപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും. എനിവേ സെക്കൻഡ് ഡിഫറൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോക്കസസ് ഓൺ സാറ്റിസ്ഫൈങ് ദി ഡിസൈൻ ഫാക്ടേഴ്സ്, റിക്വയർമെൻറ്റ്സ്, റിസ്ക്, അസംഷൻസ്, കൺസ്ട്രെയിൻസ്. എന്തൊക്കെ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യും, റിക്വയർമെൻറ്റ്സ് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും, എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് ഇതിനകത്ത് ഡിസൈനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യും, അസംഷൻസ് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും, കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാവും. പക്ഷേ ഫിസിക്കൽ ഡിസൈൻ ഡിസ്ക്രൈബ്സ് ദി സ്പെസിഫിക് സൊല്യൂഷൻ ആൻഡ് ഹൗ ദേ ആർ അസംബിൾഡ് ആൻഡ് കോൺഫിഗേർഡ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ അസംഷൻസും റിക്വയർമെൻറ്റ്സും റിസ്ക്കും ഒക്കെ എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും, ഫൈനൽ ഇംപ്ലിമെൻറ്റേഷനകത്ത് എങ്ങനെ കോൺഫിഗർ ചെയ്യും എന്ന് നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കും. പിന്നെ ഫിസിക്കൽ ഡിസൈൻ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുള്ളൂ, എന്തൊക്കെയാണ് റിസ്ക്, എന്തൊക്കെയാണ് നമ്മുടെ അസംഷൻസ്, എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ സ്പെസിഫൈ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്തായിരിക്കും ഫൈനൽ ഡിസൈനിനകത്ത് എങ്ങനെ നമ്മൾ ഇത് സോൾവ് ചെയ്യും എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യും.
don't explain in a logic design. Third one, doesn't explain how it satisfies the design factors. Design factors എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. പ്രൊവൈഡ് എക്സ്റ്റെൻസീവ് ഇൻഫർമേഷൻസ് ഹൗ ദി ഡിസൈൻ ഫാക്ടേഴ്സ് ആർ ഫുൾഫിൽഡ്. ഡിസൈൻ ഫാക്ടേഴ്സ് എങ്ങനെ ഫുൾഫിൽ ചെയ്യും എന്ന് നമ്മൾ ഇവിടെ ഫിസിക്കൽ ഡിസൈനകത്ത് സ്പെസിഫൈ ചെയ്യും. ഡസൻ ഇൻക്ലൂഡ് സ്പെസിഫിക് സൊല്യൂഷൻ ഓർ പ്രോഡക്റ്റ്. നമ്മളിവിടെ എന്ത് സ്പെസിഫൈ ചെയ്യില്ല, സ്പെസിഫിക് ആയിട്ട് ഏത് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫിസിക്കൽ ഡിസൈൻ വി വിൽ ഇൻക്ലൂഡ് ദി സ്പെസിഫിക് പ്രോഡക്ട്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദിസ് ഡിസൈൻ. അത് നമ്മളിവിടെ സ്പെസിഫൈ ആയിരിക്കും. ലാസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് അല്ല, ക്യാൻ ബി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓർ ടെക്സ്ച്വൽ ഓർ ബോത്ത്സ്. is typically more graphical than textual, but can be used both. അപ്പം ഇത് ഗ്രാഫിക്കലോ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോർമലി ഗ്രാഫിക്കലാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ടെക്സ്റ്റും യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ലോജിക്കൽ ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഡിസൈൻ. അപ്പം ഫിസിക്കൽ ഡിസൈൻ ഓഫ് IoT ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ് in the last session. So now we are moving to logical design of a system. So logical design of a IoT refers to an abstract representation of the entity and processes without going into low level specifics of the implementation. For understanding logical design of IoT, we describe given below terms. We should know these three terms. That is IoT functional block, IoT communication model, IoT communication APIs. That means the study of logical design of IoT means the study of functional block, IoT communication model, IoT communication APIs. So in this session we will study IoT functional block, IoT communication model and IoT communication APIs. ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഡെഫിനിഷനകത്ത്. ലോജിക്കൽ ഡിസൈൻ ഓഫ് IoT സിസ്റ്റം റെഫേഴ്സ് ടു എൻ അബ്സ്ട്രാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എൻറ്റിറ്റീസ്. എന്താണ് എൻറ്റിറ്റി പറയുകയാണെങ്കിൽ എനി ഫിസിക്കൽ ഡിവൈസ്, ഇറ്റ് മേ ബി എ തിങ് ഓർ എ ഡിവൈസ്. ആ തിങ് ആവാം അല്ലെങ്കിൽ ഡിവൈസ് ആവാം, ഏത് ഫിസിക്കൽ ഡിവൈസിനെ നമുക്ക് എന്ത് പറയാം, എൻറ്റിറ്റീസ് എന്ന് പറയാം. ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ എൻറ്റിറ്റീസിനെയും പ്രോസസ്സിനെയും നമ്മൾ അബ്സ്ട്രാക്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ലോജിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിത്തൗട്ട് സ്പെസിഫൈങ് ദി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻസ്. ഇംപ്ലിമെൻറ്റേഷൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യില്ല, നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, സോ ലോജിക്കൽ ഡിസൈൻ ഓഫ് IoT മീൻസ് study of IoT functional block, study of IoT communication model, study of IoT communication APIs. So first we can consider IoT functional block. So this is the functional block of IoT. In this block diagram we can see devices. Here devices, communication, service, security, management, and finally applications. And I hope all these terms are very familiar to you. And first one, device. Device means things plus sensors or actuators. IoT-നകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനി ഫിസിക്കൽ ഡിവൈസ് പ്ലസ് അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കുന്നത്, ഏത് ഫിസിക്കൽ ഡിവൈസിനെയും നമുക്ക് IoT-യിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ എന്തും കൂടെ കൺവേർട്ട് ചെയ്യണം, നമ്മൾ IoT-ക്ക് വേണ്ടതായിട്ടുള്ള സെൻസേഴ്സോ അല്ലെങ്കിൽ ആക്ച്വേറ്റേഴ്സോ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പം തിങ്സ് പ്ലസ് ആക്ച്വേറ്റേഴ്സോ സെൻസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഇസ് ഡിവൈസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻസ്, എങ്ങനെയാണ് IoT ഡിവൈസസും വേറെ ഡിവൈസും അല്ലെങ്കിൽ സെർവേഴ്സൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സർവീസസ്, എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, IoT-ക്കകത്ത് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീസസ് എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെൻറ്റ്, വലിയൊരു എഫേർട്ടാണ് ആക്ച്വലി ഇത് മാനേജ്മെൻറ്റിന്. IoT-യിലുള്ള എല്ലാ സിസ്റ്റവും, എല്ലാ ഡിവൈസസും, എല്ലാ സെർവേഴ്സും ഒക്കെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അപ്പോൾ എൻറ്റയർ തിങ്സ് എന്ത് ചെയ്യണം, നമുക്ക് എൻറ്റയർ ഓപ്പറേഷൻസ് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ
നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെയറിംഗ് ആണ്. ഷെയറിംഗ് ഓഫ് തിങ്സ് ആണ് ആക്ച്വലി നമ്മൾ IoT-യിലകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം പല ടൈപ്പ് ഷെയറിങ്സ് യൂസ് ചെയ്യേണ്ട പല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ആ കമ്മ്യൂണിക്കേഷനകത്ത് നോർമലി വരുന്ന ഒരു ത്രെട്ടിനാണ് എന്ത് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം സെക്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിഫറെൻറ്റ് സെക്യൂരിറ്റി provided for IoT communications or IoT devices. അതാണ് ഈ സെക്യൂരിറ്റി കൊണ്ട് ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറയാം, യൂസറിനെ മോണിറ്റർ ചെയ്യാനും അബ്യൂസ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും ഒക്കെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. An IoT system comprises of a number of functional blocks that provide the system capabilities for identification, sensing, actuation, communication and management. അപ്പോൾ IoT സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫങ്ഷണൽ ബ്ലോക്സ് ഉണ്ടാകും അതിനകത്ത്. അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് എന്തിനൊക്കെ കേപ്പബിളാണ്? ഫോർ ഐഡൻറ്റിഫിക്കേഷന്, സെൻസിങ്ങിന്, ആക്ച്വേഷന്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ആൻഡ് functional blocks are device, communication, services, management, security and applications. First one, device. An IoT system comprises of device that provide sensing, actuation, monitoring and controls functions. ഇതാണ് ആക്ച്വലി ഡിവൈസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം തിങ്സ് പ്ലസ് സെൻസേഴ്സ് ഓർ ആക്ച്വേറ്റേഴ്സ് ആണ് എന്ത് പറയുന്നത് ഡിവൈസ് എന്ന് പറയുന്നത്. ആ ഡിവൈസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? An IoT system comprises of device that provide sense ചെയ്യും, സറൗണ്ടിങ്സിന് എന്ത് ചെയ്യും, സെൻസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സെൻസ് ചെയ്ത ഡാറ്റ എന്തിലേക്ക് മാറ്റും, ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് മാറ്റും, ഓർ ഡിജിറ്റലാക്കി മാറ്റും, അല്ലെങ്കിൽ IoT-യിലേക്ക് സെൻഡ് ചെയ്യുന്ന ഫോമിലേക്ക് മാറ്റും. ദെൻ ആക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, തിങ്സിനെ എന്ത് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഡോറിനെ നമുക്ക് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, രണ്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. നോർമലി ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോർ ഓപ്പണും ക്ലോസും ആവില്ല. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിമോട്ടിൽ ഇരുന്നിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് എ മോട്ടോർ ടു ഓപ്പൺ എ ഡോർ ഓർ ക്ലോസ് എ ഡോർ. അപ്പോൾ ആ മോട്ടറിനാണ് ആക്ച്വലി ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അപ്പം ആക്ച്വേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത് ഡിവൈസാണ്. അപ്പോൾ മോട്ടർ എന്ന് പറയുന്ന ഡിവൈസാണ്. ഡോർ പ്ലസ് മോട്ടർ എന്താണ് ഒരു ഡിവൈസാണ്. അപ്പോൾ അവിടെ ആക്ച്വേഷൻ എന്ന് പറഞ്ഞ സാധനം മനസ്സിലായി. ദെൻ മോണിറ്ററിങ് certain parameters and control some parameters or control some ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഡിവൈസ് ആയിരിക്കും. ഡിവൈസ് തന്നെ ബ്ലോക്ക് ആയിരിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻസ് ഹാൻഡിൽസ് ദി കമ്മ്യൂണിക്കേഷൻ ഫോർ ദി IoT സിസ്റ്റം. IoT സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു ഫങ്ഷണൽ ബ്ലോക്കാണ്. ഇനി സർവീസസ് ഫോർ ഡിവൈസ് മോണിറ്ററിങ്, ഡിവൈസ് കൺട്രോൾ സർവീസ്, ഡാറ്റ പബ്ലിഷിംഗ് സർവീസ് ആൻഡ് സർവീസ് ഫോർ ഡിവൈസ് ഡിസ്കവറി. അപ്പം എന്തൊക്കെ സർവീസ് ഈ IoT-ക്കകത്ത് അവൈലബിൾ ആണ്? ഡിവൈസ് മോണിറ്ററിങ് ഒരു സർവീസ് അവൈലബിൾ ആണ്, ഡിവൈസ് കൺട്രോളിന് സർവീസ് അവൈലബിൾ ആണ്, ഡാറ്റ പബ്ലിഷിംഗ് സർവീസ് അവൈലബിൾ ആണ്. ഡാറ്റ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്തത് കസ്റ്റമേഴ്സിന്, സബ്സ്ക്രൈബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. IoT-യിലുള്ള വേറെ എവിടെയെങ്കിലും റിസീവ് ചെയ്യാൻ പറ്റും. സർവീസ് ഫോർ ഡിവൈസ് ഡിസ്കവറി, ഇതൊക്കെ ചെയ്യുന്ന സർവീസസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, IoT-ക്കകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആ ബ്ലോക്ക് ഫങ്ഷണൽ ബ്ലോക്ക് കാണിച്ചിരിക്കുന്നത് ഇത്തരം സർവീസസിനെയാണ്. നെക്സ്റ്റ് വൺ ഇസ് മാനേജ്മെൻറ്റ്. ദിസ് ബ്ലോക്ക് പ്രൊവൈഡ്സ് വേരിയസ് ഫങ്ഷൻസ് ടു ഗവേൺ ദി IoT സിസ്റ്റം. അപ്പം ഈ ഒരു ബ്ലോക്കാണ് ആക്ച്വലി എന്ത് പെർഫോം ചെയ്യുന്നത്, എൻറ്റയർ മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ടു ഗവേൺ ദി IoT സിസ്റ്റം ഓർ ടു കൺട്രോൾ ദി ഓപ്പറേഷൻ ഓഫ് IoT സിസ്റ്റംസ്. IoT സിസ്റ്റംസ് എൻറ്റയർ IoT സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഈ മാനേജ്മെൻറ്റ് സെഷനാണ്. Next one is security. This block secure the IoT system and by providing functions such as authentication, authorization, message and content integrity and data security. ഇത്രയും സാധനങ്ങൾ ഏതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, IoT-ക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ബ്ലോക്ക്? സെക്യൂരിറ്റി എന്ന ബ്ലോക്ക്. ദിസ് ബ്ലോക്ക് എൻഷുവർ ദി IoT സിസ്റ്റം. ദിസ് ബ്ലോക്ക് സെക്യൂർ ദി IoT സിസ്റ്റം. IoT സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂർ ആക്കുന്നുണ്ട്. ബൈ പ്രൊവൈഡിങ് എന്ത് കൊടുത്തിട്ട്, ഫങ്ഷൻസ് ഒക്കെ സച്ച് ആസ്
ഓതൻറ്റിക്കേഷൻസ്, ആരാണ് ആക്ച്വൽ യൂസറാണോ എന്ന് നോക്കിയതിന് ശേഷം IoT-ക്കകത്ത് എൻ്റർ ചെയ്യാൻ പെർമിറ്റ് ചെയ്യുക. അതിനാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ യൂസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓതറൈസേഷൻ, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഒരു യൂസർ കറക്റ്റ് യൂസർ തന്നെയാണോ അല്ലെങ്കിൽ കറക്റ്റ് സർവീസ് പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണോ എന്ന് ഓതറൈസ് ചെയ്യാം. നമുക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജിനകത്ത് മെസ്സേജിങ് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് എന്നല്ല, മെസ്സേജ് എന്ന് പറഞ്ഞ സാധനം സെക്യൂരിറ്റിയോടുകൂടെ സെക്യൂറായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണോ ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റ വേറെ എവിടെ നിന്നും റീഡ് ചെയ്യാതെ കറക്റ്റ് ഡെസ്റ്റിനേഷനകത്തേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ കണ്ടൻറ് ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും, ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അപ്ലിക്കേഷൻസ്. ദിസ് ഇസ് എൻ ഇൻ്റർഫേസ് that the users can use the control and monitor various aspects of IoT system. IoT സിസ്റ്റത്തിനകത്ത് ഇറ്റ്സ് എൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പോലെയോ അല്ലെങ്കിൽ യൂസറിന് അവൈലബിൾ ആയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. ആ ഇൻ്റർഫേസിനകത്ത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, തിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. IoT സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IoT സിസ്റ്റത്തിനകത്ത് ഇരുന്നിട്ട് നമുക്ക് ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാനും ആക്ച്വേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഇൻ്റർഫേസാണ് നമ്മൾ എന്താ പറയുന്നത്, അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ അലോ യൂസേഴ്സ് ടു വ്യൂ ദ സിസ്റ്റം സ്റ്റാറ്റസ് ആൻഡ് വ്യൂ ഓർ അനലൈസ് ദി പ്രോസസ് ഡാറ്റ. പ്രോസസ്ഡ് ഡാറ്റ നമുക്ക് വ്യൂ ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇതൊക്കെ പെർമിഷൻ തരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസർ എൻഡിലുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്, അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ യൂസർ ഇൻ്റർഫേസ്. സോ ദീസ് ആർ ദി ഫങ്ഷണൽ ബ്ലോക്ക് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് ബ്ലോക്ക്. ഏതൊക്കെ ബ്ലോക്ക് നോക്കിയാൽ അപ്ലിക്കേഷൻ, ഡിവൈസ്, മാനേജ്മെൻറ്റ്, സർവീസ്, കമ്മ്യൂണിക്കേഷൻ, സെക്യൂരിറ്റി. സോ നമ്മൾ പറഞ്ഞു നേരത്തെ ലോജിക്കൽ ഡിസൈൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നമുക്ക് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. IoT ഫങ്ഷണൽ ബ്ലോക്ക് അറിഞ്ഞിരിക്കണം, IoT കമ്മ്യൂണിക്കേഷൻ മോഡൽ അറിഞ്ഞിരിക്കണം, IoT കമ്മ്യൂണിക്കേഷൻ APIs അറിഞ്ഞിരിക്കണം. സോ ഫങ്ഷണൽ ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഒരു നോർമലി ഉള്ള ഒരു IoT ഡിവൈസിനകത്ത് എന്തൊക്കെ ബ്ലോക്ക്സ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്തും തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം, നമ്മുടെ ഇതിനകത്ത് എന്തുണ്ടായിരിക്കണം, ഈ ബ്ലോക്കൊക്കെ ഉണ്ടായിരിക്കണം. ഏത് IoT സിസ്റ്റത്തിനകത്തും ഈ IoT സിസ്റ്റത്തിനകത്തല്ല, ഈ എൻറ്റയർ IoT സിസ്റ്റത്തിനകത്ത് ഇത്രയും ബ്ലോക്ക്സ് അവൈലബിൾ ആയിരിക്കും. അപ്പം ലോജിക്കൽ ഡിസൈനിൻ്റെ 1/3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലോജിക്കൽ ഡിസൈനിൻ്റെ സെക്കൻഡ് ടേം ആയിട്ടുള്ള IoT കമ്മ്യൂണിക്കേഷൻ മോഡൽ നമുക്ക് നോക്കാം. Next is IoT communication model. So different IoT communication models are available. ഓരോ സിറ്റുവേഷൻസിനകത്ത് നമ്മൾ പല മോഡൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ഒരു മോഡൽ നോക്കാം നമുക്ക്. റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ. റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറയാൻ നമ്മൾ സാധാരണ HTTP സെർവറിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന മോഡലാണ്. റിക്വസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുക, റെസ്പോൺസ് സെൻഡ് ചെയ്യുക. അതിൻ്റെ നെയിമിനകത്ത് തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ ഈസ് എ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇൻ വിച്ച് ദ ക്ലയൻറ്റ് സെൻഡ്സ് റിക്വസ്റ്റ് ടു ദി സെർവർ ആൻഡ് ദ സെർവർ റെസ്പോണ്ട് ടു ദി റിക്വസ്റ്റ്. സപ്പോസ് ഈ ഒരു മോഡലിനകത്ത് ഒരു ക്ലയൻറ്റ് ഒരു സെർവറും കുറേ ക്ലയൻറ്റുമുള്ള കോൺസെപ്റ്റാണ്. ചിലപ്പോൾ കൂടുതൽ സെർവേഴ്സ് ഉണ്ടാകും. എനിവേ സെർവേഴ്സിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു സെർവറിനകത്ത് എന്തുണ്ടായിരിക്കും, കുറേ ക്ലയൻറ്റ്സ് ഉണ്ടായിരിക്കും. ക്ലയൻറ്റ്സ് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ കാര്യം എന്ത് ചെയ്യും, സെർവറിനടുത്ത് റിക്വസ്റ്റ് ചെയ്യും. ആൻഡ് സെർവർ സെൻഡ് ദി റിക്വസ്റ്റഡ് ഫയലോ റിക്വസ്റ്റഡ് തിങ്സ്, റിക്വസ്റ്റഡ് സർവീസ് എന്ത് ചെയ്യും, സെർവർ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ക്ലയൻറ്റിനകത്തേക്ക് സെൻഡ് ചെയ്യും. അപ്പം റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറഞ്ഞ മോഡലിനകത്ത് അങ്ങനെയാണ്. ഒരു സിസ്റ്റം എന്ത് ചെയ്യും, സെർവറിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. ആ റിക്വസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു സർവീസ് അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സർവീസ് സെർവർ എന്ത് ചെയ്യും, ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. സിമ്പിളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. വെൻ ദി സെർവർ റിസീവ്സ് എ റിക്വസ്റ്റ് ഇറ്റ് ഡിസൈഡ് ഹൗ ടു റെസ്പോണ്ട്. അപ്പം സെർവറിന് ഒരു റിക്വസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതെന്ത് മനസ്സിലാക്കും, അതെന്ത് ചെയ്യും, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നത് തീരുമാനിക്കും. ആൻഡ് ഫെച്ചസ് ദി ഡാറ്റ, retrieves the resource representations, prepare the response and send the response to the client. ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
സെർവർ എന്ത് ചെയ്യും, ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെർവർ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫെച്ചസ് ദി ഡാറ്റ ഫെച്ച് ചെയ്യും, റിട്രീവ് ദി റിസോഴ്സ് റെപ്രസെൻറ്റേഷൻ, അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനകത്ത് നിന്നൊക്കെ ഡാറ്റ എന്ത് ചെയ്യും, റിട്രീവ് ചെയ്യും. ആൻഡ് പ്രിപ്പയർ ദി റെസ്പോൺസ് എന്ത് ചെയ്യും, എങ്ങനെ സാധനങ്ങൾ സെൻഡ് ചെയ്യണം എന്നുള്ള സംഭവം എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഇറ്റ് സെൻഡ് ടു ദി ക്ലയൻറ്റ്, അത് ക്ലയൻറ്റിന് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. റിക്വസ്റ്റ് റെസ്പോൺസ് ഇസ് എ stateless communication model and each request response pair is independent of others. അപ്പോൾ ഈ ഒരു മോഡൽ ബാക്കിയുള്ള മോഡലിനകത്ത് എന്തായിരിക്കും, റിക്വസ്റ്റ് റെസ്പോൺസ് പെയറില്ലേ. ഇപ്പോൾ ഒരു സാധനം റിക്വസ്റ്റ് ചെയ്യുന്നു, ക്ലയൻറ്റിൻ്റെ അടുത്ത് സെർവറിനകത്തേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് സെർവർ എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പെയറിന് തന്നെ ബാക്കിയുള്ള പെയേഴ്സും റിക്വസ്റ്റ് റെസ്പോൺസ് പെയറിനകത്ത് എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. HTTP എന്ന് പറഞ്ഞൊരു സെർവർ ഉണ്ട്. HTTP എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പിന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് തന്നെ പറയും. HTTP സെർവർ അവൈലബിൾ ആണ്. നമുക്കൊരു സിസ്റ്റം സെർവർ ആക്കി വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഒരു ചെറിയൊരു സെർവർ ക്ലയൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ HTTP സെർവർ നമ്മൾ എന്ത് ചെയ്യും, ഒരു സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. ആക്ച്വലി സെർവർ എന്ന് പറഞ്ഞാൽ എന്താ, സെർവർ ഈസ് എ സോഫ്റ്റ്വെയർ or a machine, software or a hardware, or it may be a machine that is capable of serving a particular request. ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷീനാണ് നമ്മൾ എന്താ പറയുക, സെർവർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ മെയിൽ സെർവർ എന്ന് പറഞ്ഞാൽ, അപ്പം എന്ത് റിക്വസ്റ്റാണോ വരുന്നത്, അല്ലെങ്കിൽ HTTP സെർവർ എന്ന് പറയാം. അപ്പോൾ HTTP സെർവർ എന്നതിനകത്ത് എന്താ, HTTP ഫയലിൻ്റെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ, HTML പോലത്തെ ഫയലിൻ്റെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെർവറിനകത്തുണ്ടെങ്കിൽ ആ സെർവറിനകത്ത് നിന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അത് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി ഫയൽസൊക്കെ ഇവിടെ ഉണ്ടാവുക, സെർവറിനകത്ത് ഉണ്ടായിരിക്കുക. അത് റിക്വസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് എന്തായിരിക്കും, ക്ലയൻറ്റിന് ഏത് രീതിയിൽ വേണോ എന്നുള്ള രീതിയിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മളിപ്പം ഒരു ബ്രൗസറിനകത്ത് നിന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യുന്നു, പിന്നെ 192.168.0.255 എന്ന് പറഞ്ഞ എൻ്റെ ഒരു സാധനം റിക്വസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ google.com എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നല്ലേ, സെർവർ വേറെ എവിടെയാണ്, നമ്മളെ ക്ലയൻറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ക്ലയൻറ്റാണ്, നമ്മൾ ക്ലയൻറ്റിലുള്ള ഒരു പിന്നെ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, സെർവർ എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏത് രീതിയിൽ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ അത് ആദ്യം എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മളെ ബ്രൗസറിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ മെഷീൻ്റെ ബ്രൗസറിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് സെൻഡ് ചെയ്ത് തരുന്നു. ഇതാണ് HTTP സെർവർ എന്ന് പറഞ്ഞാൽ. അപ്പം ക്ലയൻറ്റ് സെർവർ ഈ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും വലിയ എക്സാമ്പിളാണിത് HTTP സെർവർ എന്ന് പറഞ്ഞാൽ. അപ്പം അതെന്താ ചെയ്യുന്നത്, ഒരു HTTP സെർവറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു മെഷീൻ സെർവറായിട്ട് വെക്കും. അതിനകത്ത് കണ്ടിരിക്കുന്ന എല്ലാ മെഷീൻസ് എന്തായിരിക്കും, ക്ലയൻ്റ് ആയിരിക്കും. അപ്പം ക്ലയൻറ്റിനകത്ത് വരുന്ന ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ എന്ത് ചെയ്യും, അതിന് റെസ്പോണ്ട് ചെയ്യും. എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് അപ്പം ബ്രൗസറാണ്. സബ്മിറ്റ് ആൻ HTTP റിക്വസ്റ്റ് ടു ദി സെർവർ, ദെൻ സെർവർ റിട്ടേൺസ് എ റെസ്പോൺസ് ടു ദി ക്ലയൻറ്റ്. The response contains status information about the request and may also contain the requested content. നമ്മൾ ഏതെങ്കിലും ഒരു ഫയലിനാണ് റിക്വസ്റ്റ് ചെയ്തെങ്കിൽ ആ ഫയലായിരിക്കും എന്ത് ചെയ്ത് തിരിച്ച് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. ഇതാണ് റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറയുന്നത്. ഇതവിടെ എഴുതി, അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ദിസ് ഈസ് ക്ലയൻറ്റ്, ഇത് സെർവറാണ്. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ഫയലിനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സെർവറിൻ്റെ അടുത്തേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു. സെർവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനകത്തൊക്കെ എന്ത് ചെയ്യും, സെർച്ച് ചെയ്ത് വെക്കും. ആ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റിസോഴ്സ് എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇതിന് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് പ്രിപ്പയർ ചെയ്യും. എങ്ങനെ ഈ റിക്വസ്റ്റ് ക്ലയൻറ്റിന് സെൻഡ് ചെയ്യണമെന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി അതെന്ത് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നു. അതാണ് ആക്ച്വലി ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ആക്ച്വലി എന്ത്, ഈ ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ എന്നാണ്. ഇറ്റ്സ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ മോഡൽ. Publish subscribe is a communication model
that involves publishers, ബ്രോക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇതിനകത്ത് പബ്ലിഷേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും, ആൻഡ് കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം രണ്ട് എൻഡിലുള്ള ആൾക്കാരാണെന്ന് പബ്ലിഷർ. ഇപ്പം മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്താ പറയുന്നത്, പബ്ലിഷർ എന്ന് പറയുന്നത്. മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെങ്കിൽ റിസീവറിനെയാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത്, സബ്സ്ക്രൈബർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിഷേഴ്സ് ആർ നോട്ട് അവെയർ ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇപ്പോൾ പബ്ലിഷർ ഒരിക്കലും എന്താ അറിയില്ല, ഇത് ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടാവും, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓരോ ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് എന്തായിരിക്കും, ബ്രോക്കേഴ്സിലൂടെ ആയിരിക്കാം. ഇറ്റ് മേ റിസീവ് ഫ്രം ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ടോപ്പിക് എ, ടോപ്പിക് ബി എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ പബ്ലിഷർ എന്ന് പറഞ്ഞാൽ പബ്ലിഷർ എന്ത് ചെയ്യുന്നു, മെസ്സേജ് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അത് എങ്ങോട്ടേക്കാണ് സെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്പുട്ടിൽ എല്ലായിടത്തേക്കും എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ടോപ്പിക് എയിലേക്കും ബിയിലേക്കും സെൻഡ് ചെയ്യുന്നു. ടോപ്പിക് എ എന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബർ എയിലേക്കും സബ്സ്ക്രൈബർ ബിയിലേക്കും സെൻഡ് ചെയ്യുന്നു. സബ്സ്ക്രൈബ് 2ലേക്കും സെൻഡ് ചെയ്യുന്നു. സബ്സ്ക്രൈബർ 2ഉം സബ്സ്ക്രൈബർ 3ഉം 1ഉം ആക്ച്വലി കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്, ടോപ്പിക് എയിലാണ്. അതേപോലെ സബ്സ്ക്രൈബ് 2ഉം സബ്സ്ക്രൈബ് 3ഉം കണക്ട് ചെയ്തിരിക്കുന്നത് ടോപ്പിക് ബിയിലേക്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് സബ്സ്ക്രൈബർ 2 എന്ന് പറഞ്ഞ സാധനം ടോപ്പിക് എയിലും ബിയിലും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് എയിലും ബിയിലും വരുന്ന എല്ലാ പബ്ലിഷ് ചെയ്യുന്ന സാധനങ്ങൾ ആർക്ക് അവൈലബിൾ ആണ്, സബ്സ്ക്രൈബർ 2ന് അവൈലബിൾ ആണ്. പബ്ലിഷേഴ്സ് ആർ നോട്ട് അവെയർ ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് സബ്സ്ക്രൈബ് ടു ദി ടോപ്പിക് വിച്ച് ആർ മാനേജ്ഡ് ബൈ ദി ബ്രോക്കർ. ബ്രോക്കർ മാനേജ് ചെയ്യുന്ന ടോപ്പിക്സ് ആര് സബ്സ്ക്രൈബ് ചെയ്യും, സബ്സ്ക്രൈബർ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. When the broker receives data to the topic from the publisher, it sends the data to all the subscribed consumers. അപ്പോൾ ബ്രോക്കർ ഒരു മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, എല്ലാ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ കൺസ്യൂമേഴ്സിനും എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അപ്പം ഈ ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്താ പറയുന്നത്, പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് അനദർ കമ്മ്യൂണിക്കേഷൻ മോഡൽ. Next model is push-pull model. It's another communication model. ഇത് ഈ ഫിഗറിനകത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Push-pull communication model in which data producers pushes the data to a queue and the consumers pull the data from the queue. ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ. ഡാറ്റ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്. ഡാറ്റ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഒരു ക്യൂവിലേക്ക് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ക്യൂവിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, ക്യൂവിനകത്ത് നിന്ന് ഡാറ്റ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പം ക്യൂ ആൾസോ ആക്ട് എസ് എ ബഫർ. ഇതൊരു ബഫറായിട്ടാണ് ക്യൂ എന്ന് പറഞ്ഞ സാധനം ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് മിസ് മാച്ചിനിടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരികയാണെങ്കിലും ഇതിനകത്ത് അഗെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. ക്യൂവിനകത്ത് ഈ സാധനം അവൈലബിൾ ആണ്. ലാപ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ്. കുറേ നേരത്തേക്ക് എന്തുണ്ടാകും, മെസ്സേജ് അവിടെ അവൈലബിൾ ആയിരിക്കും. ക്യൂ ആൾസോ ആക്ട് എസ് എ ബഫർ വിച്ച് ഹെൽപ്സ് സിറ്റുവേഷൻസ് when there is a mismatch between the rate at which the producers and push data and the rate at which the consumer pull data. അതായത് ഈ രണ്ട് പബ്ലിഷ് ചെയ്യുന്ന അതേ സ്പീഡിൽ കൺസ്യൂം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൺസ്യൂമർ പുൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന അതേ ഡാറ്റ മുഴുവൻ ഡാറ്റയും ആർക്ക് റീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, കൺസ്യൂമർ 1ന് റീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എവിടെ അവൈലബിൾ ആയിരിക്കും, ഈ ക്യൂവിൽ അവൈലബിൾ ആയിരിക്കും. അത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് കൈൻഡ് ഓഫ് മോഡൽ ഈസ് നോൺ ആസ് പുഷ് പുൾ മോഡൽ. ആൻഡ് നെക്സ്റ്റ് മോഡൽ ഈസ് exclusive pair model. Exclusive pair model. Exclusive pair model is a bidirectional, fully duplex communication model that uses a persist connection between the client and server. ഇതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അത് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സെർവറിന് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യാം, തിരിച്ച് ക്ലയൻറ്റിന് സെർവറിനകത്തേക്കും സെൻഡ് ചെയ്യാം. സൈമൾട്ടേനിയസ്ലി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. അതിനാണ് ആക്ച്വലി ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുക, ഫുള്ളി ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുക.
ഇപ്പോൾ കണക്ഷൻ ഈസ് സെറ്റപ്പ്, ഇറ്റ് റിമൈൻസ് ഓപ്പൺ അണ്ടിൽ ദി ക്ലയൻറ്റ് സെൻഡ് എ റിക്വസ്റ്റ് ടു ക്ലോസ് ദി കണക്ഷൻ. അപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും, സെർവറിനകത്തേക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. വൺസ് ഇത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ക്ലയൻറ്റ് സെർവർ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കാം. ഡ്യൂപ്ലെക്സ് വേയിൽ, ഫുൾ ഡ്യൂപ്ലെക്സ് വേയിൽ കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റും അണ്ടിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് കണക്ഷൻ ക്ലോസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ റിക്വസ്റ്റ് ടു സെറ്റപ്പ് എ കണക്ഷൻ, ഫസ്റ്റിൽ എന്ത് ചെയ്യും, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കും. റെസ്പോൺസ് ആക്സെപ്റ്റിംഗ് ദി റിക്വസ്റ്റ്. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യും, സെർവർ എന്ത് ചെയ്യും, ഒരു ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. മെസ്സേജ് ഫ്രം ക്ലയൻറ്റ് ടു സെർവർ, മെസ്സേജ് ഫ്രം സെർവർ ടു ക്ലയൻറ്റ്, മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, സെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. എവിടം വരെ, അൺടിൽ കണക്ഷൻ ക്ലോസ് റിക്വസ്റ്റ് സെൻഡ് ഫ്രം ക്ലയൻറ്റ്. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നവരെ, ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള ഒരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നവരെ അത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൺസ് connection close request is sent to server, it return a message that is connection close response. അത് കണക്ഷൻ ക്ലോസ് എന്നുള്ള റെസ്പോൺസ് ആർക്ക് സെൻഡ് ചെയ്യും, ക്ലയൻറ്റ് സെർവർ സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലയൻറ്റും സെർവറും തമ്മിൽ എന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ദിസ് അനദർ കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഇറ്റ്സ് എ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, എക്സ്ക്ലൂസീവ് പെയർ മോഡൽ. ഇത്രയാണ് ആക്ച്വലി ഇത് എന്തുള്ളത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇപ്പോൾ നമ്മളെ ഫസ്റ്റിലത്തെ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഫസ്റ്റ് IoT ഫങ്ഷൻ ബ്ലോക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ദെൻ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ മോഡൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റ് വൺ IoT കമ്മ്യൂണിക്കേഷൻ APIs. തേർഡ് വൺ കമ്മ്യൂണിക്കേഷൻ IoT communication API. So next we can consider the third criteria, that is communication API. Generally we used two APIs for IoT communications. These IoT communication APIs are REST, REST based communication API, and WebSocket based communication API. So there are two APIs are used, communication APIs are used in IoT communications. First one is REST based communication API, and second one is WebSocket based communication API. Actually, what is an API? API stands for Application Programming Interface. It's a intermediate software that allows two applications to talk to each other. ഇപ്പോൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. API മീൻസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അതൊരു ഇൻ്റർഫേസ് ആണ്, സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് ആണ്, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, രണ്ട് ആപ്ലിക്കേഷൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യും. രണ്ട് ലെവലുള്ളതായിരിക്കും നോർമലി. ഫോർ എക്സാമ്പിൾ വിൻഡോസ് യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിനകത്തുള്ള മെമ്മറിയിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേർണൽ മെമ്മറിക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കാം. നമുക്ക് ഡയറക്റ്റ് മെമ്മറിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ 4000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനകത്തേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫയൽസിൻ്റെ ഇത്രാമത്തെ സെക്ടേഴ്സിനകത്ത് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഏത് സെക്ടറിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്ടർ വൈസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോർമലി ചെയ്യുന്നത് വിൻഡോസിൻ്റെ ഏറ്റവും എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസറിന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന സോഫ്റ്റ്വെയറിനാണ് നമ്മൾ എന്താ പറയുക API എന്ന് പറയുന്നത്. നമ്മളൊരു API കോൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ്റെയും ആക്ച്വൽ ഹാർഡ്വെയറിൻ്റെയും ഇടയ്ക്കുള്ള വിൻഡോസിനും ഇടയ്ക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏജൻ്റാണ് എന്ത് API എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോസിനകത്തുള്ള APIs യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരം സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും. ദാറ്റ് സോഫ്റ്റ്വെയർ അലോസ് ദി യൂസർ ടു that software allows the communication software to communicate each other. രണ്ട് സോഫ്റ്റ്വെയറിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് ആപ്ലിക്കേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും,
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻ്റർമീഡിയറ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും. രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് രണ്ട് ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഒരു ഹയർ എൻഡിലും ഒന്ന് ലോവർ എൻഡിലും ആവാം. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്ന സോഫ്റ്റ്വെയറിനാണ് നമ്മുടെ API എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി രണ്ട് APIs യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ API, വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ API. റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ API എന്താണെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് റെസ്റ്റ്. അതാണ് ആക്ച്വലി റെസ്റ്റ് എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ is a set of architectural principle by which you can design web services. The web API that focus on systems resources and how resources states are addressed and transferred. The REST API follows the request response communication model. Actually ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ സംഭവം ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു API ആണ്. അപ്പോൾ ക്ലയൻറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പിന്നെ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന API ആണ് ആക്ച്വലി എന്ത് റെസ്റ്റ് ബേസ്ഡ് API എന്ന് പറയുക. ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് the API follow the request response communication model. Request response communication model ആണ് client based communication model ആണ്. The REST architectural constraints apply to the components, connector and data elements within a distributed hypermedia system. അപ്പോൾ HTTP പോലത്തെ ഇതിനകത്തൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? ഈ റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ API എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പറ്റും. The REST architectural constraints as follows. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. API എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ? ഒരു സോഫ്റ്റ്വെയർ ആണ്. രണ്ട് ആപ്ലിക്കേഷൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ APIs എന്ന് പറയുക. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മോഡലിന് വേണ്ടി യൂസ് ചെയ്യുന്ന APIs ആണ് റെസ്റ്റ് ബേസ്ഡും വെബ് സോക്കറ്റും. അപ്പം ഫസ്റ്റ് വൺ റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIs ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ മോഡൽ കമ്മ്യൂണിക്കേഷൻ മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന APIs ആണ്. ഇനി അതിനകത്ത് അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. റെസ്റ്റ് ആർക്കിടെക്ചറൽ കൺസ്ട്രെയിൻസ് ആസ് ഫോളോസ്. ഇത് ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ മോഡൽ എന്തായിരിക്കും? ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത സാധനം തിരിച്ച് റിക്വസ്റ്റിനെ പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് ക്ലയൻറ്റിലേക്ക് സെർവ് ചെയ്യുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി ക്ലയൻറ്റ് സെർവർ കൺസ്ട്രെയിൻസ് ഈസ് ദി സെപ്പറേഷൻ ഓഫ് കൺസേൺസ്. ഫോർ എക്സാമ്പിൾ, ക്ലയൻറ്റ് ഷുഡ് നോട്ട് ബി കൺസേൺഡ് വിത്ത് ദി സ്റ്റോറേജ്. ഇപ്പം നമ്മളിതിനകത്ത് ക്ലയൻറ്റ് സെർവർ മോഡലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നതൊക്കെ എവിടെയായിരിക്കും? സെർവറിനകത്തായിരിക്കും. ക്ലയൻറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്റ്റോറേജിനെ പറ്റി കൺസേൺഡ് ആയിരിക്കില്ല. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ the principle behind the client server constraint is a separation of concerns. For example, client should not be concerned with the storage data. Client എന്തായിരിക്കില്ല, സ്റ്റോറേജ് ഡാറ്റയെ പറ്റി കൺസേൺ ആയിരിക്കില്ല, which is concerned of the server. Similarly, the server should not be concerned about the user interface. യൂസർ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആരും ഡിസൈഡ് ചെയ്യില്ല. ആരല്ല ഡിസൈഡ് ചെയ്യുന്നത്? സെർവർ അല്ല ഡിസൈഡ് ചെയ്യുന്നത്. അതാരായിരിക്കും കൺസേൺ ആയിട്ടുള്ളത്? കാരണം ക്ലയൻ്റ് ആയിരിക്കും. കാരണം യൂസർ എവിടെ ഉണ്ടാവുക? സെർവറിലല്ല, എവിടെ ഉണ്ടാവുക? ക്ലയൻറ്റിലായിരിക്കും. അപ്പം യൂസർ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ക്ലയൻ്റാണ് ആക്ച്വലി. അതാണ് ക്ലയൻറ്റ് സെർവർ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്ലെസ് ആയിരിക്കും. ഈച്ച് റിക്വസ്റ്റ് ഫ്രം ദി ക്ലയൻറ്റ് ടു സെർവർ മസ്റ്റ് കണ്ടെയ്ൻ ദി ഇൻഫർമേഷൻ നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദി റിക്വസ്റ്റ് ആൻഡ് കനോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി സ്റ്റോർഡ് കോണ്ടെക്സ്റ്റ് ഓൺ ദി സെർവർ. അപ്പം എന്താണോ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ക്ലയൻറ്റ് തന്നെ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും? സെർവറിനകത്തേക്ക് സെൻഡ് ചെയ്യും. അല്ലാതെ സെർവർ അല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ചെറിയൊരു ഇൻഫർമേഷൻസ് ഹിൻഡ് കൊടുത്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെർവർ അല്ല ചെയ്യുന്നത്. റിക്വസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് തന്നെ എന്ത് കൊടുത്തിരിക്കും? എല്ലാ ഇൻഫർമേഷൻസും റിക്വസ്റ്റ് ചെയ്ത സാധനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ക്ലയൻറ്റ് തന്നെ എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. പിന്നെ കാഷബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുക, ക്ലയൻറ്റിനകത്ത് നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുമോ, നോൺ ക്യാഷബിൾ ആണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും.
കാഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിക്വസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം ചില നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റത്തിനകത്ത് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ഇടയ്ക്ക് ഗൂഗിളിൻ്റെ പേജ് കാണാൻ പറ്റും. അത് ആക്ച്വലി ക്യാഷിൻ്റെ ഹെൽപ്പോട് കൂടിയാണത്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പേജ് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില സിസ്റ്റം എന്ത് ചെയ്യില്ല, ക്യാഷ് എന്ന് പറഞ്ഞ സാധനം പെർമിറ്റ് ചെയ്യില്ല. ക്ലയൻറ്റിനകത്ത് ക്യാഷ് പെർമിറ്റ് ചെയ്യണമെന്നില്ല, നോൺ ക്യാഷബിൾ ആയിരിക്കും. പിന്നെ ലെയേർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ഡയറക്റ്റായിട്ട് എന്തിനകത്ത് കണക്ട് ചെയ്യണമെന്ന്, സെർവറിനകത്ത് കണക്ട് ചെയ്യണമെന്നില്ല, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടാവും. അതാണ് ലെയേർഡ് സിസ്റ്റം ഓർ നോട്ട് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി നിങ്ങൾ. ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രെയിൻസ്. യൂണിഫോം ഇൻ്റർഫേസ് എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം ആയിരിക്കും. പിന്നെ കോഡ് ഓൺ ഡിമാൻഡ്, ദ സെർവർ ക്യാൻ പ്രൊവൈഡ് എക്സിക്യൂട്ടബിൾ കോഡ് ഓൺ സ്ക്രിപ്റ്റ് ഫോർ ദി ക്ലയൻറ്റ് ടു എക്സിക്യൂട്ട് ഇൻ ദി കോണ്ടെക്സ്റ്റ്. ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ എന്ത് പ്രൊവൈഡ് ചെയ്യും, എക്സിക്യൂട്ടബിൾ കോഡ് തന്നെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പക്ഷേ എവിടെ നിന്നായിരിക്കും, ക്ലയൻറ്റിനകത്തായിരിക്കും. അപ്പം ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് തന്നെ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, ക്ലയൻറ്റിനകത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രയൊക്കെയാണ് റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ API എന്ന് പറയുന്നത്. ഈ ലാസ്റ്റിലത്തെ API എന്ന് പറയാം, എക്സാമ്പിൾ കാണാം നിങ്ങൾക്ക്. ലാസ്റ്റിലത്തെ വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ API. വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ API എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ API ആണ്. ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന APIs ആണെന്ത്, വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. വെബ് സോക്കറ്റ് API follows the exclusive pair communication model. Unlike request response model such as REST, the WebSocket API allow full duplex communication and do not require a new connection to be set up for each message to be sent. അപ്പം ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ റിക്വസ്റ്റിനും നമ്മൾ ഓരോ പുതിയ എന്താ പറയുക റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വൺസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണക്ഷൻ വിഡ്രോ ചെയ്യുന്നവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, ഫുൾ ഡ്യൂപ്ലെക്സ് വേയിൽ 2 ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, സൈമൾട്ടേനിയസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ക്ലയൻ്റാണ്, ഇത് സെർവറാണ്. ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ടു സെറ്റപ്പ് വെബ് സോക്കറ്റ് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ എന്ത് ചെയ്യും, HTTP സെർവറൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇനീഷ്യൽ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് ഒക്കെ സെൻഡ് ചെയ്യും. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സെർവർ റെഡി ആണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും, റെസ്പോൺസ് ആക്സെപ്റ്റിംഗ് ദ റിക്വസ്റ്റ്, റെസ്പോൺസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ഒരു റെസ്പോൺസ് എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ക്ലയൻറ്റിനകത്തേക്ക് സെൻഡ് ചെയ്യും. ക്ലയൻറ്റ് എന്ത് ചെയ്യും, ഡാറ്റ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, സെയിം ടൈമിൽ വേണമെങ്കിൽ ഡാറ്റ ക്ലയൻറ്റിനകത്തേക്ക് സെൻഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെന്ത് ചെയ്യും, സെൻഡ് ചെയ്യാൻ പറ്റും, സൈമൾട്ടേനിയസ്ലി സെൻഡ് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും, കണക്ഷൻ ക്ലോസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. കണക്ഷൻ ക്ലോസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെർവറിനകത്തേക്ക് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. സെർവർ എന്ത് ചെയ്യും, ഉടനെ തന്നെ കണക്ഷൻ ക്ലോസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റിന് റെസ്പോൺസ് എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ക്ലയൻറ്റിനകത്തേക്ക് സെൻഡ് ചെയ്യും. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇത് API ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന API-നെയാണ് നമ്മൾ എന്താ പറയുന്നത്, വെബ് സോക്കറ്റ് API എന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി പ്രോട്ടോക്കോളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി ലോജിക്കൽ ഡിസൈൻ ഓഫ് API, ലോജിക്കൽ ഡിസൈൻ ഓഫ് IoT.